നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടലിൽ സർവസ്വവും നഷ്ടപ്പെട്ട നിരാലംബരായ ജനതയ്ക്ക് പരമാവധി സഹായം എത്തിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ മുൻഗണന നൽകേണ്ടത്. മറിച്ചുള്ള അനാവശ്യ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കുക തന്നെ വേണം. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ. മരിച്ചവരുടെയും കാണാതായവരുടെയും പട്ടിക പരിശോധിച്ചാൽ അത് ഈ ദുരന്തത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയവർക്ക് ബോധ്യമാകും. ദുരന്തം ബാക്കി വെച്ച് നമ്മുടെ സഹോദരങ്ങളെ വിഭാഗീയതയും വിദ്വേഷവും മറന്ന് ഒരുമിച്ച് നിന്ന് അതിജീവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനാണ് നാം മുൻഗണന നൽകേണ്ടത്. അതിനാവശ്യമായ പുനരധിവാസ പാക്കേജിന് നാം രൂപം നൽകണം. വയനാട് ഉരുൾപൊട്ടൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ കണക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. മലയോര മേഖലയിൽ ജനിച്ചു വളർന്നവരും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾക്കോ പതിറ്റാണ്ടുകൾക്കോ മുന്നേ തന്നെ ഇവിടേക്ക് കുടിയേറി ജീവിതം പടുത്തുയർത്തിയവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ അവിടങ്ങളിൽ ജീവിക്കുന്നത്. അത്രയും മണ്ണിനോടും വന്യജീവികളോടും പ്രകൃതി ദുരന്തങ്ങളോടും പടവെട്ടി തന്നെയാണ് അവർ ഈ മലയോര മേഖലയിലെ ഭൂരിപക്ഷം ജീവിതവും കരപിടിപ്പിക്കുന്നത്. ചോര നീരാക്കി അവർ പടുതുയർത്തുന്ന ജീവിത സമ്പാദ്യമാണ് പ്രകൃതിക്ഷോഭമായി നൊടിയിടയ്ക്കുള്ളിൽ തരിപ്പണമായത്. അത്യാഹിതമുണ്ടായ ശേഷം നിലവിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഭരിക്കുന്ന സർക്കാരുകളെയോ ഉദ്യോഗസ്ഥരെയോ ശപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഇപ്പോൾ ഒരു കാര്യവുമില്ല. എങ്കിലും ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പഠനങ്ങളെ മുഖവിലയ്ക്ക് എടുക്കുകയും അതിനനുസരണമായി ആവും വിധമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുകയുമാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് ചെയ്യാൻ കഴിയുക. പശ്ചിമഘട്ട മേഖലയിൽ എവിടെ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാവാം എന്ന് പലവിധ പഠന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സൂചന നൽകുന്നുണ്ട്. അത് കണക്കാക്കി പുനരധിവാസ പദ്ധതികൾ വേണം എന്നും വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 2018 കുഫോസ് നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഈ കൂറ്റൻ കല്ലുകൾ അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നും ആ റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ പഠനത്തിനൊന്നും അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിച്ചോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ 13% ഭൂപ്രദേശവും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലും കുഫൂസിന്റെ പഠനത്തിലുണ്ട്. വയനാട്, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുണ്ട് എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ഉത്തമം. ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കലാണ് അതിൽ ഏറ്റവും പ്രധാനം. കാലവർഷ നാളുകളിൽ മഴയെയോ മണ്ണിടിച്ചിലിനെയോ തടയാൻ നമുക്ക് കഴിയില്ല. പകരം ഇത്തരം സന്ദർഭങ്ങളിൽ യോജിച്ച സ്ഥലങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഉത്തമ പോംവഴി. തുടർച്ചയായി പ്രകൃതിക്ഷോഭം നേരിടുന്ന ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് അത് ഇവിടെ പ്രായോഗികമാക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, വളരുന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ദുരന്ത സാധ്യതകളെക്കുറിച്ചുള്ള തുടർ പഠനങ്ങളും അനിവാര്യം തന്നെയാണ്.